നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കേസ്. 1,90,00,000 രൂപ പറ്റിച്ചെന്ന നിർമ്മാതാവ് PS ഷംനാസ്. ആക്ഷൻ ഹീറോ ബിജു 2വിന്റെ വിദേശ വിതരണാവകാശം ചതിയിലൂടെ നിവിൻ പോളിയുടെ കമ്പനി വിറ്റെന്നും ഷംനാസ് ന്യൂസ് 18നോട്. കഴിഞ്ഞ മെയ് മുതൽ ഇന്ന് വരെ ഈ സമയം വരെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അവരുടെ പുറകെ നടക്കുകയായിരുന്നു. പക്ഷേ ഇതൊന്നും തീരുമാനമാകാതിരുന്നുകൊണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. കോടതി നിർദ്ദേശം മറച്ചുവെച്ചുള്ള പരാതിയെന്ന് നിവിൻ പോളി. VD സതീശന്റെ അപ്രമാദിത്വത്തിനെതിരെ കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ്. ചാണ്ടി ഉമ്മനെ മുൻനിർത്തി A ഗ്രൂപ്പ് സജീവമാക്കാനുള്ള നീക്കത്തിന് ചെന്നിത്തലയുടെ മൗനാനുവാദവും. ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ടീമിനെതിരെയും വിശാല ഗ്രൂപ്പ്. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക സംഗമം ഗ്രൂപ്പിന്റെ കരുത്ത് തെളിയിക്കുന്ന വേദിയാകും. ചുമ്മാ കേൾവിക്കാരിയായിട്ട് പോയിരിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വിളിക്കുന്ന പരിപാടിയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം, അത് എൻ്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. കൊട്ടാരക്കര മുൻ MLA ആയിഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക്. കേൾവിക്കാരിയായി CPM പരിപാടികളിൽ പോകാനില്ലെന്ന് ആയിഷ പോറ്റി. സ്വാഗതം ചെയ്ത് കോൺഗ്രസ്. നാളെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കും. സർവകലാശാലകളിലെ ഭരണ പ്രതിസന്ധി പരിഹരിക്കാൻ ഗവർണറുമായി ഒത്തുതീർപ്പിന് സർക്കാർ. താൽക്കാലിക VCയെ 2 ദിവസത്തിനുള്ളിൽ നിയമിച്ചില്ലെങ്കിൽ ഗവർണറുമായി ചർച്ച നടത്തും. സർക്കാരിന് പിടിവാശിയില്ലെന്ന് മന്ത്രി R ബിന്ദു. രാജ്ഭവനും സമവായത്തിനെന്ന് സൂചന. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയില്ല. വിവാദങ്ങൾക്കിടെ JSK തിയേറ്ററുകളിൽ. തൃശൂർ രാഗം തിയേറ്ററിൽ സിനിമ കാണാൻ സുരേഷ് ഗോപിയും. സെൻസർ വിവാദത്തോട് പ്രതികരിച്ചില്ല. സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം പ്രസക്തമെന്ന് സുരേഷ് ഗോപി. സിനിമ വലിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉയർത്തി ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല.